ഹലോ. അപ്പം നമുക്ക് കാർത്തികയായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പം നമ്മൾ രാവിലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയാണെന്നറിയില്ല. കാച്ചിൽ, ചേമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചുറ്റി അതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 3 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങിയതുകൊണ്ട് ഒരു പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള മാവൊക്കെ അരച്ചെടുക്കുകയാണ്. അരച്ച് റെഡിയാക്കി കുറച്ച് നേരം അടച്ച് വെച്ചു. അതിന് ശേഷം ചോറൊക്കെ കഴിച്ച്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. നമ്മളുടെ പ്രത്യേകത കൂവക്കിഴങ്ങിനോടാണ് എനിക്ക് താല്പര്യം. കൂവക്കിഴങ്ങ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. നിറയെ മണ്ണ് കാണും. ഇതൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കലായിരുന്നു ഭയങ്കര ടാസ്ക്. അപ്പോൾ ചീനിക്കിഴങ്ങ് എന്തായാലും പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റി. അതിനെ തന്നെ ആദ്യം അടുപ്പിൽ വെച്ചു. ബാക്കിയുള്ളതിനെ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് മണ്ണൊക്കെ ഇളക്കി കളയുന്നവരെ വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരി തുടച്ചു, കുളിച്ച് റെഡിയായി വന്നു. എന്നിട്ട് കിണ്ണത്തപ്പത്തിനുള്ള മാവ് ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മുടെ ബാക്കി കിഴങ്ങുകളൊക്കെ അവിക്കാനിട്ടതിന് ശേഷം വിളക്കൊക്കെ വൃത്തിയാക്കി എടുത്തു. പിന്നെ ഇടിഞ്ഞിലൊക്കെ റെഡിയാക്കി പൊടിയൊക്കെ മാറ്റി എണ്ണയും തിരിയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചു. ശേഷം വിളക്ക് കത്തിച്ചു. സന്ധ്യയായിരുന്നു. അപ്പോൾ വിളക്ക് കത്തിച്ചു. അതിന് ശേഷം ദീപം കൊളുത്തി. നല്ല ബാക്കി വന്ന് നമ്മൾ കുറച്ച് കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു ഈ ദീപാവലി സമയത്ത്. അതൊക്കെ കത്തിച്ച് അതിന് ശേഷം കാച്ചിലൊക്കെ അവിച്ചതും തേയിലയൊക്കെ കൂട്ടി കഴിച്ചു. എല്ലാം വാങ്ങുമ്പോൾ എന്തെങ്കിലും മറന്നു പോകില്ല. അതെ, കരിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകതയാണ് കാർത്തികയ്ക്ക് കരിക്ക്. അത് പറ്റിയില്ല. നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു?